നമസ്കാരം, എല്ലാ വീട്ടുകാർക്കും ലിറ്ററേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ള ഒരു ഫിലിമാണ്. ഫോറസ്റ്റ് ഗംപ് എന്നാണ് നമ്മുടെ ഫിലിമിൻ്റെ പേര്. അപ്പോൾ അത് റോബർട്ട് ജെൻകിൻസിൻ്റെ ഒരു ഫിലിമാണ്. അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് ഹിസ്റ്ററി ആയിട്ടും കൾച്ചറായിട്ടും അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലത്തെ സാമൂഹികമായിട്ടുള്ള അവസ്ഥകളായിട്ടൊക്കെ ഒരുപാട് റിലേഷനുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് കിട്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഗംപ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ഫോമാറ്റാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ച് ലൈൻസ് ഒരു നോവൽ കേൾക്കുന്ന പോലെ എന്നുള്ള രീതിക്ക്, നോവലിൻ്റെ സമ്മറി വായിക്കുന്ന പോലെ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് നമുക്കറിയാം ഒരു ഫിലിം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ളതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ 2 പേജിനകത്ത് ഒതുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്കൊരു കണക്ഷൻ ഇല്ലായ്മ ചിലപ്പോൾ തോന്നിയേക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിക്കണ സമയത്ത് ചിലപ്പോൾ ഒന്ന് എല്ലാ ഭാഗങ്ങളും മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു 2 വട്ടമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താണെങ്കിലും പറയണമെന്നൊക്കെ മനസ്സിലാവും. നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാര്യം തന്നെ ക്ലിയർ ആക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫിലിമാണ്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മറിയിൽ പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സ്, അതിൽ മെയിനായിട്ട് വരുന്ന ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആളുടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേരാണ്, ആളുടെ ലൈഫാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. ആളുടെ ഒരു ലൈഫും ആ ഒരു ഹിസ്റ്ററിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇവൻറ്റ്സും തമ്മിലുള്ള കണക്ഷൻസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. As mentioned above, Forrest Gump is a 1994 American comedy drama film directed by Robert Zemeckis, and it is based on Vincent Groom's 1986 novel of the same name. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1994 വന്നിട്ടുള്ള ഫിലിമാണ്. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് റോബർട്ട് സെമക്കിസ് ആണ്. അതേപോലെ തന്നെ ആക്ച്വലി ഈ ടൈറ്റിലിൽ വേറൊരു നോവൽ 1986 എഴുതിയിട്ടുണ്ടായിരുന്നു വിൻസ്റ്റൺ ഗ്രൂം. അപ്പോൾ ആ ഒരു നോവലിൻ്റെ പശ്ചാത്തലത്തിൽ ആ സ്റ്റോറി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിലിം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഫിലിം ഇസ് എ റിച്ച് റെപ്പസ്ട്രി ഓഫ് അമേരിക്കൻ കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ഇമോഷണൽ ഡെപ്ത്. അപ്പോൾ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് അമേരിക്കൻസിന് അല്ലെങ്കിൽ അമേരിക്കയുടെ സംസ്കാരം ആയിക്കോട്ടെ, അതേപോലെ ചരിത്രമായിക്കോട്ടെ, അതേപോലെ തന്നെ ഇമോഷണൽ ഡെപ്തിൽ ഒരു എന്താ പറയുക, ഇമോഷൻ വളരെ ആഴത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലൊക്കെയാണ് ഈ ഒരു ഫിലിം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. The film received widespread critical acclaim for its emotional depth, performances and technical achievements. അപ്പോൾ പലതരത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് അക്ലൈംസ്, ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക കമൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ എന്ത് മാറിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇമോഷണലായിട്ട് വരുന്ന ആസ്പെക്റ്റുകൾ, അതിലത്തെ ഓരോരുത്തരുടെയും പെർഫോമൻസസ്, അതേപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അത്രയും എന്താ പറയുക അക്സെപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. The film combines heartfelt storytelling with innovative visual effects, seamlessly integrating forest into historical footage and events. ഇതിൽ ഈ ഫോറസ്റ്റ് എന്നുള്ള സ്പെല്ലിങ് ശ്രദ്ധിക്കുക. സാധാരണ നമ്മുടെ കാട് എന്ന് പറയുന്ന ആ ഒരു ഫോറസ്റ്റ് അല്ല, 2 R വരുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ലൈഫുമായിട്ട് അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെലവൻസ്, അതുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെയാണ് ഇതിനകത്തൂടെ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ദ ഫിലിം ഈസ് സ്ട്രക്ചർഡ് അറൗണ്ട് ഫോറസ്റ്റ് ടെല്ലിങ് ഹിസ് ലൈഫ് സ്റ്റോറി ടു സ്ട്രേഞ്ചേഴ്സ് അറ്റ് എ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച്, ഫ്ലാഷ് ബാക്ക് പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള പാസ്റ്റ് ഇവൻറ്റ്സിനെ കുറിച്ചൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നിടത്തുനിന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ആവുന്നത്. ത്രൂ എ സീരീസ് ഓഫ് ഫ്ലാഷ് ബാക്സ് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ജേർണീസ് അൺഫോൾഡ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരുപാട് ഫ്ലാഷ് ബാക്സ് പറയുന്നതിൽ കൂടെ അവരുടെ ആ ഒരു ലൈഫ് ഒരു അസാധാരണമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് പാസ് ചെയ്ത് പോയിട്ടുള്ളതെന്നൊക്കെ നമ്മുടെ മുന്നിൽ ചുരുളഴിഞ്ഞു വരികയാണ്. ഹി ടോക്സ് അബൌട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ പല സ്റ്റേജുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഫ്രം ഗ്രോയിങ് അപ്പ് ഇൻ അലബാമ വിത്ത് ഹിസ് ലവിങ് മദർ, അവരുടെ ഒരുപാട് സ്നേഹമുള്ള അവരുടെ അമ്മയുടെ കൂടെ അവർ വളർന്നു വന്നിട്ടുള്ള അലബാമയിൽ ജീവിച്ച് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ടു എക്സലിങ് ഇൻ കോളേജ് ഫുട്ബോൾ മാച്ചുകളിലൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സെർവിങ് ഇൻ ദ വിയറ്റ്നാം വാറിൽ പങ്കെടുത്തിട്ടുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഈ സക്സസ്ഫുൾ ഷ്രിംപ് ബിസിനസ്, അതേപോലെ ഷ്രിംപ് ബിസിനസ് പറഞ്ഞാൽ ചെമ്മീൻ ബിസിനസ് ആണ് കേട്ടോ ഉദ്ദേശിക്കണം. അപ്പോൾ അത് നടത്തുന്നത്, ആ ഒരു ബിസിനസ്സിലോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് റണ്ണിങ് അക്രോസ് ദ കൺട്രി ഫോർ ഇയേഴ്സ്, അതേപോലെ തന്നെ രാജ്യത്തിൽ ഇങ്ങനെ അവിടെയും ഇവിടെ കേട്ട് ഇങ്ങനെ എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ദ ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട്സ് വിത്ത് ഗംപ് റികളക്ടിങ് ദ ബ്രേസസ് ഓൺ ഹിസ് ലെഗ്.
അപ്പോൾ ഇത് ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ ചൈൽഡ്ഹുഡിൽ ആൾക്ക് കാലിൽ ബ്രേസസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രേസസ് എന്ന് പറഞ്ഞാൽ കമ്പി, നമുക്കറിയാം കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു സംഭവം അങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഏത് ഭാഗത്താണോ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന രീതിയിൽ അത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ബ്രേസസ് ഓൺ ലെഗ്സ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ആക്ച്വലി സ്പൈനിന് ഒരു കേർവ് ഉണ്ടായിരുന്നു, ഒരു വളവുണ്ടായിരുന്നു സ്പൈനിന്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലിന് ആ ഒരു ഇതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആൻഡ് ആസ് എ ചൈൽഡ് ഫോറസ്റ്റ് lives with a single mother in Greenbow, Alabama. അപ്പോൾ ഒരു കുട്ടി എന്നുള്ള രീതിക്ക് ഫോറസ്റ്റിൻ്റെ മദർ എന്ന് പറയുന്നത് സിംഗിൾ മദർ. അപ്പം സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ഛനില്ലാണ്ട് അമ്മ ഒറ്റയ്ക്ക് വളർത്തുന്ന അതിനെയാണ് നമ്മൾ സിംഗിൾ മദർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സിംഗിൾ മദർ ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കൂടെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ഹാസ് എ ലോ IQ ആൻഡ് വെയർസ് ബ്രേസസ് ഓൺ ഹിസ് ലെഗ്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലോ IQ ആണ്. അപ്പോൾ ബുദ്ധിപരമായിട്ടൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് കുറവായിരുന്നു. ആൻഡ് വെയർസ് ബ്രേസസ് ഓൺ ഹിസ് ലെഗ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ കാലിൽ ഈ പറയുന്നമാർക്ക് ബ്രേസസും ഉണ്ടായിരുന്നു. ബട്ട് ഹിസ് മദർ ഹാസ് റേസ്ഡ് ഹിം ടു ബിലീവ് ദാറ്റ് ഹി ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം എനിവൺ എൽസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കുകയായിരുന്നു, കാരണം നീ മറ്റുള്ളവരിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല, നിനക്ക് മറ്റുള്ളവർ നോർമലാണ്, നീ നോർമൽ അല്ല, അങ്ങനത്തെ തോട്ടിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഷീ ഈവൻ ഫൈറ്റ്സ് വിത്ത് ദ ഹെഡ് ഓഫ് ദി സ്കൂൾ ഹു ഹാസ് സജസ്റ്റഡ് ദാറ്റ് ഫോറസ്റ്റ് ബി അഡ്മിറ്റഡ് ടു സ്പെഷ്യൽ സ്കൂൾ. അപ്പോൾ ഒരു വട്ടം അവർ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് ആയിട്ടുള്ള ആളടുത്ത് പോലും അമ്മ തർക്കിച്ചിട്ടുണ്ട്. അതായത് ഒരു വട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടീനെ വേറെ സ്പെഷ്യൽ സ്കൂളുകളിൽ ഇങ്ങനെ കുറച്ച് വയ്യാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യലി ആയിട്ടുള്ള സ്പെഷ്യൽ കുട്ടികളുടെ ഇടയിൽ എന്താ പറയുക സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിക്കുന്നത് ഇവിടെ പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പോലും ഇവരുടെ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തർക്കിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ഓൺ ദ സ്കൂൾ ബസ് എവരിവൺ റിഫ്യൂസസ് ടു ലെറ്റ് ഹിം സിറ്റ് വിത്ത് ഹിം എക്സെപ്റ്റ് ഫോർ എ ലിറ്റിൽ ഗേൾ നെയ്മഡ് ജെനി. അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂൾ ബസ്സിൽ കയറിയ സമയത്ത് ആരും ഇവനെ അടുത്തിരുത്താനൊന്നും ഇഷ്ടപ്പെടുന്നില്ല, സമ്മതിക്കണില്ല. അപ്പോൾ ഇവനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ടുള്ളത് ഒരു ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ജെന്നി ആയിരുന്നു. ഹു ഓഫേഴ്സ് ഹിം എ സീറ്റ് നെക്സ്റ്റ് ടു ഹർ. അങ്ങനെ ഇവളാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിരം അവളുടെ അടുത്ത് പിടിച്ചിട്ട് ഇരുത്താറുണ്ട്. വൺ ഡേ വെൻ ഹി ഈസ് ബീങ് ചേസ്ഡ് ബൈ ബുള്ളീസ് ഹിസ് ബ്രേസസ് ഫോൾ ഓഫ് ആൻഡ് ഹി ഡിസ്കവേഴ്സ് ദാറ്റ് ഹി ക്യാൻ റൺ സ്വിഫ്റ്റ്ലി. അപ്പോൾ ഒരു ദിവസം ഇവനെ ഇങ്ങനെ കുട്ടികൾ ടീസ് ചെയ്ത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇവൻ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ ഇവൻ്റെ കാലിലുണ്ടായിരുന്ന ബ്രേസസ് വീണ് പോകുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ ബ്രേസസ് ഇടേണ്ട യാതൊരു ആവശ്യം അവനില്ല, അതില്ലാണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ സ്പീഡിൽ ഓടാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. This ability gets him onto the football team in high school and earns him a scholarship to the University of Alabama in the sport. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, അവന് ആ ഒരു എബിലിറ്റി ഉണ്ട്, നന്നായി ഓടാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ഫുട്ബോൾ ടീമിൽ ചേരുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവന് സ്പോർട്സ് കോട്ട, അതിങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, അവന് അഡ്മിഷനും കിട്ടുകയാണ്. ഹി ഗ്രോസ് അപ്പ് ടു ബി എ സിമ്പിൾ ആൻഡ് ഗെല്ലസ് മാൻ. അപ്പോൾ അവൻ വളരെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വളരെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയുള്ള നമ്മൾ ഒരു ജാടയൊന്നും ഇല്ലാത്ത ഒരാളൊന്നും ആ രീതിക്കാണ് അവൻ വളർന്നു വരുന്നത്. ഗം ജോയിൻസ് US ആർമി ആൻഡ് is sent to വിയറ്റ്നാം. അപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്യാണ്, US ആർമിയിൽ ചേരുന്നുണ്ട്, എന്നിട്ട് വിയറ്റ്നാമിലേക്ക് വാറിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഹി ബിക്കംസ് ക്ലോസ് ടു ഫെല്ലോ റിക്രൂട്ട് ബൂബ ബ്ലൂ ആസ് ഹി വാസ് വിത്ത് ജെന്നി. അപ്പോൾ എങ്ങനെയാണോ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ജെന്നിയായിട്ട് കമ്പനി ആയിരുന്നു, അപ്പോൾ അതുപോലെ അവൻ അവിടെ കൂടെ ഈ ഒരു എന്താ പറയുക ആർമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ കൂടെ ഉണ്ടായിരുന്ന റിക്രൂട്ടായിട്ടുണ്ടായിരുന്ന ബുബ ബ്ലൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഇവൻ ഭയങ്കര കമ്പനിയാവുകയാണ്. ഹി പെർസ്വേഡ്സ് ഗം ടു ഓപ്പറേറ്റ് എ ഷ്രിംപ് ബോട്ട് ടുഗെദർ വെൻ ദേ ഹാവ് ബീൻ റിലീസ്ഡ് ഫ്രം ദി സർവീസ് അലോങ് വിത്ത് ഹിസ് കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് ഡാൻ. അപ്പോൾ നമ്മുടെ ഈ ബുബ ബ്ലൂവും അതേപോലെ തന്നെ അവരുടെ ലഫ്റ്റനന്റ് ആയിട്ടുള്ള അവരുടെ ഹെഡായിട്ടുള്ള ലഫ്റ്റനന്റ് ഡാൻ, അങ്ങനെ 2 ക്യാരക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ആരുടെ കൂടെ, നമ്മുടെ ഫോറസ്റ്റ് ഗമ്പിൻ്റെ കൂടെ എന്ത് പ്ലാൻ ചെയ്യാണ്, ഇവിടെ നിന്ന് സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഷ്രിംപ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യണം, ചെമ്മീൻ കാര്യങ്ങളൊക്കെ ബിസിനസ് നടത്താൻ വേണ്ടി ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പണ്ട് ഇവർ 3 പേരും കൂടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്, ഫോറസ്റ്റ് ഗംപ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അവരുടെ സുഹൃത്തായിട്ടുള്ള ആർമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ബുബ ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ ഹെഡായിട്ടുള്ള ലെഫ്റ്റനന്റ് ഡാൻ ഉണ്ട്. അവർ 3 പേരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. However, Booba is killed and Gum saves Lieutenant Dan in the battle in which Dan loses his legs and Gum is wounded. പക്ഷേ ബൂബ എന്ത് ചെയ്യാണ്, അവിടുത്തെ ഒരു
വാറിൽ വെച്ചിട്ട് ബൂബ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഗംപ് എന്ത് ചെയ്യുന്നുണ്ട്, ഗംപിന് മുറിവേൽക്കുന്നുണ്ട്. അതേസമയം ലെഫ്റ്റനന്റ് ഡാനിന് ചെറുതായിട്ട് നല്ല അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ലൈഫ് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗംപിനെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ ബൂബ അവിടെ വെച്ചിട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഗംപ് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കുറച്ച് വൂൺസും മുറിവുകളൊക്കെ ഏറ്റിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേപോലെ തന്നെ ലെഫ്റ്റനന്റ് ഡാൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലുകൾ നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഗംപ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സോൾജേഴ്സിനെയൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഗം ഡെമോൺസ്ട്രേറ്റ്സ് അൺമാച്ച്ഡ് കറേജ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ്, റിസ്കിംഗ് ഹിസ് ഓൺ ലൈഫ് ടു സേവ് മെനി സോൾജേഴ്സ് ഫ്രം എ മൈൻ അറ്റാക്ക്. അപ്പോൾ ഒരു മൈൻ അറ്റാക്കിൽ നിന്നും ഒരുപാട് സോൾജേഴ്സിന് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗംപ് രക്ഷിക്കുന്നൊക്കെയുണ്ട്. ഹിസ് അവാർഡ് ദ മെഡൽ ഓഫ് ഹോണർ. അങ്ങനെ മെഡൽസ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിസീവിംഗ് ദ മെഡൽ ഹി ജോയിൻസ് ആന്റി വാർ പ്രൊട്ടസ്റ്റ് ലെഡ് ബൈ ഹിസ് മദർ ആൻഡ് ഹി അഡ്രസ്സസ് എ ഹ്യൂജ് ക്രൗഡ് ഓഫ് ആന്റി വാർ പ്രൊട്ടസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്ക് എന്ത് മനസ്സിലാകാൻ തുടങ്ങി, വാർ കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പങ്കെടുക്കുന്നവർക്കും അവരെ സ്നേഹിക്കുന്നവർക്കൊക്കെ എത്രത്തോളം നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം, ആന്റി വാർ പ്രൊട്ടസ്റ്റുകളിൽ പങ്കുചേരണം. അതായത് യുദ്ധത്തിന് എതിരായിട്ട്, അതായത് യുദ്ധം വേണ്ട, സമാധാനം മതി എന്നുള്ള ഒരു രീതിക്കും തിങ്ക് ചെയ്യുന്നവർ. അപ്പോൾ ഓൾറെഡി ആ ഒരു ടീമിൽ അദ്ദേഹത്തിൻ്റെ അമ്മ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രൊട്ടസ്റ്റേഴ്സൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് company ആവണം. His speech gets drowned in the chaos and the pro-war officer trying to disconnect the microphone. While he is recuperating after being injured in the war, he learns to play table tennis well enough to defeat Chinese table tennis champions and become famous for his skills. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മുറിവ് മാറാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ടേബിൾ ടെന്നീസ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻസിനെയൊക്കെ അദ്ദേഹം കൂടെ കളിച്ച് തോൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. After his discharge, Gump finds himself at an anti-war rally. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇത്തരത്തിൽ ആൻറ്റി-വാർ റാലികളിൽ റാലികളായിട്ട് പോവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വേർ ഹി എൻകൗണ്ടേഴ്സ് എ ബിറ്റർ ആൻഡ് ആൽക്കഹോളിക് ലെഫ്റ്റനന്റ് ഡാൻ ആൻഡ് ഹിസ് ബിലവഡ് ജെന്നി ഹൂസ് ഫോളോയിങ് ഹിപ്പി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം പഴയ സുഹൃത്തായിട്ടുള്ള ലെഫ്റ്റനന്റ് ഡാനിനെ കണ്ടെത്തുന്നുണ്ട്. അതേപോലെ തന്നെ ആരെയും കാണുന്നുണ്ട്, ആ ഒരു ഡാൻ എന്ന് പറയുന്നത് വളരെ ആൽക്കഹോളിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ വെള്ളടിച്ച് ആ ഒരു രീതിക്കാണ് ആളെ കാണുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആരെയും കാണുന്നുണ്ട്, ജെന്നീനെ, അദ്ദേഹത്തിൻ്റെ പഴയ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ജെന്നീനെയും ആൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ജെന്നി ഒരു നാടോടികളെ പോലെ അങ്ങനെ നടന്നു പോകുന്നതാണ്. അതിൽ ആ ഒരു രീതിക്കാണ് കണ്ടുമുട്ടുന്നത്. ഗം ലേറ്റർ റിട്ടേൺസ് ടു അലബാമ ആൻഡ് ബൈസ് എ ഷ്രിമ്പിംഗ് ബോട്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ച് അലബാമയിലേക്ക് തന്നെ വന്നിട്ട് അദ്ദേഹം ഒരു ചെമ്മീൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടൊക്കെ അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. ലെഫ്റ്റനന്റ് ഡാൻ ജോയിൻസ് ഹിം ഇൻ ക്രിയേറ്റിംഗ് ദ വൈൽഡ്ലി സക്സസ്ഫുൾ ബൂബ ഗം ഷ്രിംപ് കമ്പനി. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ബൂബ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ ബൂബ അല്ല, ബൂബ ഓൾറെഡി മരിച്ചല്ലോ. അപ്പോൾ ഡാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരതിന് ടൈറ്റിലായിട്ട് പേരായിട്ട് ബൂബ ഗം ഷ്രിംപ് കമ്പനി എന്നുള്ള രീതിക്ക് പേരും കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റനന്റ് ഡാൻ ഇൻവെസ്റ്റ് ദ പ്രോഫിറ്റ്സ് ഇൻ ആപ്പിൾ കമ്പ്യൂട്ടർ ആൻഡ് ബോത്ത് മെൻ ബിക്കം വെൽത്തി. അപ്പോൾ ലെഫ്റ്റനന്റ് ഡാൻ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്, അതായത് ആപ്പിളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻക്രീസ് ആയിട്ട് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടിയിട്ട് അദ്ദേഹം വളരെ വെൽത്തി ആയിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം രണ്ടുപേരും. ഗംപ് ലേൺസ് ദാറ്റ് ഹിസ് മദർ ഇസ് അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ ആൻഡ് മീറ്റ്സ് സം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗംപ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ അമ്മേനെ കാണാൻ പോകുന്നുണ്ട്. ഷി അഡ്വൈസസ് ഹിം ടു മേക്ക് ബെസ്റ്റ് ഔട്ട് ഓഫ് ലൈഫ് ബിഫോർ മീറ്റിംഗ് ദ ഡെസ്റ്റിനി. അപ്പോൾ അപ്പോഴും അമ്മ ഭയങ്കര സപ്പോർട്ടീവായിട്ട്, അതായത് നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ, അത് തീരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാക്സിമം ചെയ്യണം എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജെന്നി കംസ് ടു ലിവ് വിത്ത് ഹിം ബട്ട് ഡിക്ലൈൻസ് ഹിസ് പ്രൊപ്പോസൽ ഓഫ് മാരേജ് ആൻഡ് ജെന്നി ലീവ്സ് ഏർലി ദ വെരി നെക്സ്റ്റ് ഡേ വിത്തൗട്ട് സെയിങ് ഗുഡ് ബൈ. അപ്പോൾ ജെന്നി ഓൾറെഡി ഒരുപാട് ഫിസിക്കലായിട്ടുള്ള അബ്യൂസുകൾ, സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസുകൾ, കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ സഫർ ചെയ്തിട്ടാണ് ആൾ ഓൾറെഡി വരുന്നത് ജെന്നി. അപ്പോൾ ജെന്നി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗംപിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫോറസ്റ്റ് ഗംപിനും ജെന്നിനെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ആ ഒരു ഫിസിക്കൽ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിക്ക് ഒരു അപ്രോച്ച് എടുക്കുന്ന സമയത്ത് അത് ജെന്നി ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവൻ്റെ അടുത്ത് ഒരു ഗുഡ് ബൈ പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്.
ഗം സ്പെൻസ് ദ നെക്സ്റ്റ് 3.5 years റണ്ണിങ് അക്രോസ് ദ കൺട്രി ബിഫോർ റിട്ടേണിംഗ് ഹോം. അപ്പോൾ അതിനുശേഷം ഇയാൾ ഭയങ്കര നിരാശനായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-3.5 വർഷത്തോളം അങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്, വീട്ടിലൊന്നും പോവാതെ. ഇറ്റ് അട്രാക്ട്സ് മീഡിയ അറ്റൻഷൻ ആൻഡ് ഹി ബിക്കംസ് പോപ്പുലർ അഗൈൻ. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, മീഡിയ അറ്റൻഷൻ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരാളിങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മീഡിയ അറ്റൻഷനിലേക്ക് വരികയാണ്. മീൻവൈൽ ഗം റിസീവ്സ് എ ലെറ്റർ ഫ്രം ജെന്നി ഇൻവൈറ്റിംഗ് ഹിം ടു മീറ്റ് ഹർ ഇൻ ഹർ ന്യൂ അപ്പാർട്ട്മെന്റ്. അങ്ങനെ ഈ 3-3.5 വർഷത്തിന് ശേഷം വീണ്ടും ജെന്നിയുടെ ഒരു ലെറ്റർ വരികയാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ഷീ ഇൻട്രൊഡ്യൂസസ് ഗം ടു their son and Gum was really excited to learn that his son is the smartest boy in the class unlike him. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ജെന്നിക്ക് നമ്മുടെ ഗംപിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു മോനുണ്ട്, ഒരു സണ്ണുണ്ട്. അപ്പോൾ അവനെ കാണുന്ന സമയത്താണ് ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം ഇയാളെ മരിക്ക് IQ കുറവുള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല, അവൻ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഗം ആൻഡ് ജെന്നി ആർ മാരിഡ് ഷോർട്ട്ലി ബിഫോർ ജെന്നി ഡൈസ് സക്കംപിങ് എ ഫാറ്റൽ ഡിസീസ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അവൾക്ക് ഒരു മാറാത്ത ഒരു അസുഖമുണ്ട്, എന്താണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള അസുഖമുണ്ട്, അവൾക്ക് അധികം ലൈഫില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവർ കല്യാണം കഴിക്കുന്നുണ്ട്, ഗംബും ജെന്നിയും കൂടിയിട്ട്. പക്ഷേ ആ കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ജെന്നി മരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു അസുഖം ബാധിച്ചിട്ട്. ലെഫ്റ്റനന്റ് ഡാൻ ഹു വാസ് തോട്ട് ടു ബി ഡെഡ് അറ്റൻഡ്സ് ദ വെഡിങ് വിത്ത് ഹിസ് ഫിയാൻസി. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് നമ്മൾ ലെഫ്റ്റനന്റ് ഡാനും അദ്ദേഹത്തിൻ്റെ ഫിയാൻസി ഒക്കെ കൂടി വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ഫിലിം ഗം ബിക്കംസ് ഇൻവോൾവ് ഇൻ ന്യൂമറസ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി ദാറ്റ് ഒക്കെ ഇൻ ദാറ്റ് ടൈം പീരിയഡ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഗംപിൻ്റെ ലൈഫ് എന്നതിലുപരി അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഒരുപാട് അമേരിക്കൻ ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലത്തെ പല പല ഇവൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. മെയിനായിട്ട് നമ്മൾ അതിലാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ക്യാരക്ടറിൻ്റെ ലൈഫ് അവിടെ കണക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരുപാട് അമേരിക്കൻ ഇവൻറ്റ്സ്, അമേരിക്കൻ്റെ ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് ആ ടൈം പീരിയഡിൽ അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോറസ്റ്റ് ഗംപ് എക്സ്പ്ലോസ് തീംസ് ഓഫ് ഡെസ്റ്റിനി, പെർസിവറൻസ് ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു ഫിലിം നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, ലക്ഷ്യത്തിനെ കുറിച്ച്, ഡെസ്റ്റിനി എന്താണെന്നുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച്, അതേപോലെ തന്നെ എത്രത്തോളം ലൈഫ് എന്ന് പറയുന്ന പ്രവചനാതീതമാണ്. നമുക്കറിയാം, നമ്മളെ എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ നല്ല ലൈഫ് വരിക അല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തീംസ് ആയിട്ട് ഇതിന്ന് മനസ്സിലാവും. വിച്ച് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഐക്കോണിക് ലൈൻ ലൈഫ് ഇസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് യു നെവർ നോ വാട്ട് യു ആർ ഗോണ ഗെറ്റ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ലൈനാണത്, ലൈഫ് ഇസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു ബോക്സ് ചോക്ലേറ്റ് പോലെയാണ് ലൈഫ്, യു നെവർ നോ വാട്ട് യു ആർ ഗോണ ഗെറ്റ്. അപ്പോൾ അതിനകത്ത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ ചോക്ലേറ്റും ഒരുപോലെ ആയിരിക്കും, അതൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിടത്ത് കഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അറിയില്ല ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ദ മൂവീസ് ബ്ലെൻഡ് ഓഫ് ഹ്യൂമർ ആൻഡ് പോയിഗ്രൻസി അലോങ്സൈഡ് ഇറ്റ്സ് മെമ്മറബിൾ സൗണ്ട് ട്രാക്ക് ഫീച്ചറിംഗ് സോങ്സ് ഫ്രം ദ 1950s through the 1980s has cemented Forrest Gump as a cultural landmark and one of the most beloved films in American cinema. അപ്പോൾ കൾച്ചറൽ ആയിട്ട് നോക്കുമ്പോൾ ഒരു ലാൻഡ്മാർക്കായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫിലിമാണ് നമ്മുടെ ഫോറസ്റ്റ് ഗംപ്. അതേപോലെ തന്നെ അമേരിക്കൻ ഫിലിമിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള, ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിലിംസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ സിനിമ. ദ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് റിഗാർഡിംഗ് ദ പൊളിറ്റിക്കൽ അല്യൂഷൻസ് ഓഫ് ദ ഫിലിം ഹാവ് ക്രിയേറ്റഡ് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ് ഓൺ ദ ഫിലിം. അതേപോലെ തന്നെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ദ നാഷണൽ ഫിലിം രജിസ്ട്രി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ദ ഫിലിം ഇൻ ദ രജിസ്ട്രി ഇൻ 2011 നാഷണൽ ഫിലിം രജിസ്ട്രി, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നാഷണൽ ഫിലിം രജിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ രജിസ്ട്രിയിൽ ഇവരുടെ ഫിലിം ഈ ഇതുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ ദ ഫിലിം ബീങ് കൾച്ചറലി, ഹിസ്റ്ററിക്കലി ഓർ ഇസ്തറ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. കൾച്ചറലിയും ഹിസ്റ്ററിക്കലിയും അതേപോലെ തന്നെ സൗന്ദര്യാത്മകമായിട്ടൊക്കെ അത്രയും പ്രാധാന്യമുള്ളത് എന്നുള്ള രീതിക്ക് ഇത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രോം ദ റെക്കഗ്നേഷൻസ് മെൻഷൻഡ് അബൌട്ട് ദ ഫിലിം ഓൾസോ റിസീവ്ഡ് അവാർഡ് നോമിനേഷൻസ് ഫോർ ദി പ്രസ്റ്റീജിയസ് ഗോൾഡൻ ഗ്ലോബ് ആൻഡ് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സ്. ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ ഗോൾഡൻ ഗ്ലോബിൻ്റെയും ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സിൻ്റെ ഒക്കെ ഇതിലേക്ക് നോമിനേഷൻസിൽ വരെ എത്തിയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ് നമുക്ക് പഠിക്കാനുള്ള ഫോറസ്റ്റ് ഗംപ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. താങ്ക് യു.